ഇനി നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പനീർ ബട്ടർ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നെയ്യും മുഴുവനുള്ള ഗരം മസാലയും 2-3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറി വന്നാൽ 2 വലിയ സവാള ക്യൂബുകളാക്കിയതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴണ്ട് വരണം. ഇതിലേക്ക് 2 വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം തണുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി 250 ഗ്രാം പനീറിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിൽ ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വറുത്ത ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂട്ടും കൂടെ ചേർത്ത് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. തിളച്ച് വന്നാൽ പനീർ കഷ്ണങ്ങളും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരു 100 മില്ലി ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് ക്രീമാണ്. ഇനി 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കെബ്ര വാട്ടർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് 2-3 തുള്ളി ഒഴിച്ചെടുത്താൽ മതി. ഇത് തികച്ചും ഓപ്ഷണലാണ്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം കുറച്ച് മല്ലിയിലയും ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.